ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പേരാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിയർ ഉണ്ടാക്കുന്നത് ബാർലി പുളിപ്പിച്ചിട്ടല്ലേ അല്ലേ? പഴങ്കഞ്ഞിയിലും വേണമെങ്കിൽ പുളിപ്പിച്ച് കഴിഞ്ഞാൽ മദ്യം ഉണ്ടാകും. ഇത് സ്വന്തം ശരീരത്തിനകത്ത് സംഭവിക്കുന്ന ആളുകളുണ്ട്. അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഗട്ടിലുള്ള ബാക്ടീരിയ, മൈക്രോബയോം എന്ന് പറയില്ലേ, ബാക്ടീരിയ ഉൾപ്പെടെ അത് ജനിതകമായിട്ടും കുറച്ച് ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം കുടലിനുള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും അന്നജം മദ്യമായി രൂപാന്തരപ്പെടുന്ന ആളുകളുണ്ട്. അതിനാണ് കാർബോഹൈഡ്രേറ്റ്. ചോറോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജമുണ്ട്. അപ്പോൾ ഇത്തരം കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അത് ഫെർമെൻറ്റ് ചെയ്യപ്പെട്ട് ആൽക്കഹോൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പാശ്ചാത്യ രാജ്യത്ത് ഒരു ട്രാഫിക് പോലീസ് ഒരാളെ പിടിക്കുകയാണ് ഡ്രങ്കൺ ഡ്രൈവിങ്ങിന് വേണ്ടി, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്. അയാളുടെ രക്തം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ആൾക്കാർ ഉണ്ട് താനും. പക്ഷേ പിന്നീട് ടെസ്റ്റുകൾ നടത്തി നോക്കിയപ്പോൾ ആൾക്കുണ്ടായിരുന്ന രോഗം, ആൾ കുടിച്ചിരുന്നില്ല, പക്ഷേ അയാൾ തന്നെ സ്വയം ഒരു മദ്യ ഫാക്ടറിയായി മാറുകയായിരുന്നു. അതിൻ്റെ പേരാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. അപ്പോൾ അയാൾക്ക് കിക്ക് വരും. മദ്യം ഉണ്ടാക്കുന്നു, മദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കുടലിനകത്ത്, അത് രക്തത്തിലേക്ക് കലരുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനം അവരുടെ ലിവറിനെ ബാധിക്കാമല്ലോ. എന്താ അവസ്ഥയാണ്? ട്രീറ്റ്മെന്റ് ഉണ്ടോ? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത് അയാളുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ക്യാപ്സ്യൂളിനകത്ത് ഇന്ന ബാക്ടീരിയ ചേർത്തിരിക്കുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന അന്നജം പിന്നെ ആൽക്കഹോളായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മില്യണർ ആവാൻ പിന്നെ അത് മതിയല്ലോ. ഒരു ബിസിനസ് ഐഡിയ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയൊക്കെ ഡാമേജ് ഉണ്ടായിട്ടുവേ ആൾക്കാർ ഇപ്പോഴും ഈ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ് പോലെയുള്ള സാധനം വളരെ സെലിബ്രേറ്റഡ് ആയിട്ടും ഇപ്പം നമ്മൾ മീഡിയ ഉൾപ്പെടെ അതിനെയാണ് എക്സാജറേറ്റ് ചെയ്യുന്നത്. റാദർ ദാൻ ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. വൈ ഡു യു തിങ്ക് ഇറ്റ് ഇസ് സോ? അല്ല, അങ്ങനെയല്ല. അത് മദ്യപാനം എന്ന് പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇന്നിപ്പോൾ ഇത് സർക്കാർ തലത്തിൽ തന്നെ വിപണനം ചെയ്യാൻ വെക്കുന്ന ഒരു ഒഫീഷ്യൽ പ്രോഡക്റ്റാണ് അല്ലേ? നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൻ്റെ നല്ലൊരു ശതമാനം മദ്യത്തിൽ നിന്ന് വരുന്നുണ്ട്. ഒരു 3000-4000 വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മദ്യം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, അന്നുണ്ട്. ശരിക്കും പല പല ഫോമിലാണെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഓരോ സമൂഹങ്ങൾ പണ്ട് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ, ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം തൊട്ട് റഷ്യൻ ഒരു നദിയും കാണും, അതോടനുബന്ധിച്ചൊരു മദ്യവും കാണും. സ്കോച്ച് വിസ്കി എവിടെ നിന്നാണ് വന്നത്? സ്കോട്ട്ലൻഡിൽ നിന്നാണ് വന്നത് അല്ലേ? വോഡ്ക റഷ്യക്കാർക്ക്. പിന്നെ ബിയർ എന്ന് പറയുന്നത് കൂടുതലും ഒരു ജർമ്മൻ ആണ്. ഈ പാം വൈൻസ് അഥവാ കള്ള് ഒക്കെ നമ്മുടെ സൗത്ത് ഏഷ്യൻ സംസ്കാരമാണ് കള്ള് അല്ലേ, പാം വൈൻ. അപ്പോൾ ഇതിനനുസരിച്ച് ഇൻഫാക്റ്റ് ഈ ഫെസ്റ്റിവൽസ് തന്നെയല്ലേ ഇഷ്ടം പോലെ. ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ ജർമ്മനിയിലൊരു ബിയർ ഫെസ്റ്റിവലുണ്ട്. പിന്നെ ഇതുണ്ട്, എന്താണ്, ബോർബോൺ വിസ്കി ഫെസ്റ്റിവൽ US-ലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സിന്ത എന്ന് പറഞ്ഞ അളവ് കൂടിയ മദ്യമുള്ള അബ്സിന്ത ഫെസ്റ്റിവൽ സ്വിറ്റ്സർലൻഡിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓണമോ അല്ലെങ്കിൽ ക്രിസ്മസോ ഒന്നും മാത്രമല്ല ഈ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും ഈ ഫെസ്റ്റിവൽ ഡ്രിങ്കിങ്ങിൻ്റെ ഒരു കൾച്ചർ. അപ്പോൾ ആ ഫെസ്റ്റിവലിനൊക്കെ ഇവർ ഇത് കുടിക്കണോ ചെയ്യുക? അതെ, ഏതാണോ ഇപ്പോൾ ബോർബൺ എന്ന് പറഞ്ഞ വിസ്കി ഉള്ളത് അവർ കുടിക്കുന്നു. ഒക്ടോബർ ഫെസ്റ്റ് ബിയർ ഫെസ്റ്റിവലാണ്, അപ്പോൾ ബിയർ കുടിക്കുന്നു. അപ്പോൾ ഇത് ഇത്ര ഡേഞ്ചറസ് സാധനമാണെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈ ഈസ് ദിസ് സെലിബ്രേറ്റഡ്? അല്ല, അത് ഞാനതിലെ പറഞ്ഞത് മഹാഭാരതം തൊട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ഈ മുളയ്ക്കകത്ത് അരിയിട്ട് അത് പൊളിപ്പിച്ചിട്ട് മദ്യം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പേര് സുര എന്നാണ്, സുര. അപ്പോൾ സുരയെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പം മനുഷ്യന് കിക്ക് കിട്ടാനായിട്ടുള്ള പല പല സാധനങ്ങളുടെ ഉപയോഗം ചരിത്രാതീത കാലം മുതലേ ഉണ്ടായിരുന്നു. അതിന്നും തുടരുന്നു എന്ന് മാത്രം. ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനോടുള്ള ആ ഒരു അപ്പോൾ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ലേ, ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ പാർശ്വഫലങ്ങൾ അറിഞ്ഞ് ഞാനിത് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ബോധത്തോടുകൂടി അല്ലല്ലോ എല്ലാ ആളുകളും ജീവിക്കുന്നത്. അല്ല, പിന്നെ ഇത് സർക്കാരും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു അവസ്ഥ വരുമ്പോൾ അതൊരു ഒഫീഷ്യൽ ഡ്രിങ്കായും കൂടെ മാറിയില്ലേ. അത് കഴിച്ചാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസ് ഉൾപ്പെടെയുള്ള ഈ മയക്കുമരുന്നുകൾ ഒഫീഷ്യൽ ആയിട്ടില്ല ഇപ്പോഴും. സർക്കാർ വിൽക്കാൻ തുടങ്ങിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് ഒളിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മദ്യം ഒളിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പം നമ്മുടെ നാടിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണല്ലോ. അങ്ങനെയുള്ള നാട്ടുകാരുടെ ഹെൽത്ത് നശിപ്പിക്കുന്ന സാധനത്തിന് സർക്കാർ തന്നെ വളയിടുന്ന പോലത്തെ ഒരു പരിപാടി. അതെന്താ അങ്ങനെ? വേലി തന്നെ വിളവ് തിന്നുന്നു. അല്ലാതെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം. പക്ഷേ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പോകുന്നു. പക്ഷേ മറ്റൊരു കാര്യം, ഇത് കേരള സർക്കാരിനെ മാത്രം ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നാഷണൽ ഹെൽത്ത് സർവീസസ് UK ഞാൻ ഇംഗ്ലണ്ടിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ UK മദ്യം ഒഴുക്കി വിടുകയാണല്ലോ. വളരെ ഏറ്റവും ചീപ്പസ്റ്റ് മദ്യം £1 പൗണ്ടിന് അവിടെ 1 ലിറ്റർ കിട്ടുന്നൊരു മദ്യമുണ്ട്. അതിൻ്റെ പേര് സൈഡർ എന്നാണ്. ഇവിടുത്തെ 50 രൂപ. വളരെ ചീപ്പായിട്ടുള്ള മദ്യം തൊട്ട് സകലതും ഉണ്ട്. അവിടെ പാർട്ടിയും കൾച്ചർ വളരെ ഇതാണ്. അതെ, പബ് ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ആകുമ്പോൾ വീക്കെൻഡ് ആയല്ലോ. അപ്പം NHS നാഷണൽ ഹെൽത്ത് സർവീസസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ബെഡ് ഓക്യുപ്പൻസിയിൽ നല്ലൊരു ശതമാനം ആൽക്കഹോൾ റിലേറ്റഡ് ഡിസീസസ് തന്നെ. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റും ഇതിന് ഉത്തരവാദിയല്ലേ. സോ ഇത് ഒരു സാമൂഹിക വിപത്താണ്. അത് കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരാണോ അതോ മറ്റ് എന്താ പറയുക ഏജൻസികളാണോ അതോ അവനവൻ തന്നെ
ഇതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി ഒരു തീരുമാനം എടുക്കലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. പക്ഷേ ഒന്ന് ഉറപ്പാണ്, ഈ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ, ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ കോംപ്ലിക്കേഷൻസ് അത് ആശുപത്രികളിലെ അഡ്മിഷൻ കൂടുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ER അഡ്മിഷൻസ്, എമർജൻസി റൂമിൽ അഡ്മിഷൻ കൂടുന്നു എന്ന് സൂചിപ്പിച്ചു. നമ്മൾ പറയാതെ പോയ മറ്റൊരു കാര്യമുണ്ട്, റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് എണ്ണവും വളരെ കൂടുതലായിരിക്കും, വളരെ വളരെ കൂടുതലായിരിക്കും ഈ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ. അതിനും ഒരു പങ്ക് മദ്യത്തിനാണ്. അപ്പോൾ നമ്മൾ ഈ ബെഫ്കോയുടെ റവന്യൂ കണക്ക് നിരത്തുമ്പോൾ അതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ആശുപത്രി ബില്ലുകളുടെ കണക്കുകൂടി നിരത്തുന്നത് നല്ലത്. അതിനുശേഷം ഉണ്ടാകുന്ന ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ കാരണം നശിച്ചു പോകുന്ന വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും എണ്ണി പറയേണ്ടതുമൊക്കെ. അല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഇത്രയും ഡാമേജിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളുകൾ സർക്കാരുമായിട്ട് ഇരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിലെന്തെങ്കിലും ഒരു കൊളുത്തിടാനുള്ള അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നടക്കില്ല? കൊളുത്തിട്ടിരുന്നു കേരളത്തിൽ 2014 ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മദ്യപാനം നിരോധിച്ചിരുന്നു കേരളത്തിൽ. അന്ന് സംഭവിച്ചത് വ്യാജമദ്യ ഒഴുക്കായിരുന്നു. ഓ, അതായത് ഇത് നേർവഴിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേ വഴി അല്ല, ഈ നിരോധനം അതിൻ്റെ ഒരു മാർഗ്ഗമേ അല്ല. ഇനിയും ഒരു ഗ്ലോബൽ സ്കെയിൽസിൽ നോക്കുകയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിൽ പൊതുവേ മദ്യം നിരോധിച്ചു എന്ന് വേണേൽ പറയാം. പക്ഷേ UAE അത്ര നിരോധനങ്ങളൊന്നുമില്ല, അതൊരു വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യം വരെയുള്ളൂ. സൗദിയിൽ ഇത് നിരോധിച്ചിട്ടുണ്ട്. അവിടെ മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്, അവിടെ കള്ളവാറ്റ് വളരെ കൂടുതലാണ്. ഈവൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു, കള്ളവാറ്റുണ്ട്. മലയാളികൾ അത് കൂടുതൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നു, ഫ്ലാറ്റിൽ ഈ പ്രഷർ കുക്കർ വെച്ചിട്ട്. ഇനി എൻ്റെ ഒരു പേഷ്യൻ്റ് ഞാനിപ്പോഴും ഓർക്കുന്നത് ഈ ഷേവിങ് ഇതില്ലേ, എന്താണ് നമ്മുടെ ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഷേവിംഗ് ലോഷൻ, ഇപ്പോഴത് അധികം ഉപയോഗത്തിലില്ല. പണ്ട് കാലത്തൊക്കെ ഷേവിംഗ് ലോഷൻ വാസ് വെരി കോമൺലി ബീങ് യൂസ്ഡ്. അതിനകത്ത് ആൽക്കഹോളുണ്ട്. ഷേവിംഗ് ലോഷൻ കുടിച്ച് കരരോഗം വന്ന ഒരാളെ എനിക്കറിയാം, ഒരു 10-15 വർഷം മുമ്പ്. അതെ, സൗദിയിലായിരുന്നു. അവിടെ അവൈലബിൾ അല്ല ഈ സാധനം, സൗദിയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഷേവിംഗ് ലോഷൻ കുടിക്കുക. ഷേവിംഗ് ലോഷനകത്ത് ആൽക്കഹോളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിരോധനമോ അല്ലെങ്കിൽ അതൊന്നും ഇതിനൊരു പരിഹാരമല്ല, മറിച്ച് നമ്മൾ നേരത്തെ ഈ മദ്യപാന സംസ്കാരത്തിൽ ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി പേഴ്സണൽ ഡിസിഷൻ, മേ ബി എ സൊസൈറ്റൽ ഡിസിഷൻ, സമൂഹത്തിന് എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു മദ്യപാന സംസ്കാരമായിട്ട് നമ്മൾ ഇന്ന് എത്തിച്ചേരുന്നു. ക്യാമ്പസ് ഡ്രിവണായിട്ട് ഈ ഒരുപാട് മദ്യം കുടിച്ച് കപ്പാസിറ്റി തെളിയിക്കുന്ന മദ്യപാന സംസ്കാരത്തിൽ നിന്ന് നമ്മളിന്ന് വിട്ടു നിൽക്കുന്നു. അന്നായിരിക്കാം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല എന്നുള്ളത് ഓരോരുത്തർ തിരിച്ചറിയുകയും. അതെ, അതാണ് വാസ്തവം, സത്യം, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ അതായത് ഈ മദ്യത്തിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ആളുകൾക്ക് ലിവർ സിറോസിസ് ഡിറ്റക്ട് ചെയ്യപ്പെടുമ്പോൾ പൊതുവേ നടക്കുന്ന ഒരു ഡിസ്കഷനാണ്, ഇപ്പം ആ ചേട്ടൻ എൻ്റെ പോലെ ഒന്നും കുടിക്കാറില്ല, പുള്ളി എൻ്റെ അത്രയും കുടിക്കുന്ന ഒരു മനുഷ്യനെ അല്ല, ഞാനൊക്കെ എന്നോട്ടേ കുടിക്കുന്ന, എന്നിട്ട് പുള്ളിക്ക് ലിവർ സിറോസിസ് വന്നു ചില നല്ലോണം മദ്യപിക്കുന്ന ആളുകൾ പറയും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ചിലർ വർഷങ്ങളായിട്ട് മദ്യപിക്കുന്ന ആളുകളായിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാൾ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ കുടിച്ചിട്ടുണ്ടാവും, പക്ഷേ അയാൾക്ക് ലിവർ സിറോസിസ് വരും. അതിൻ്റെ ഉത്തരം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്, അതായത് ഈ മദ്യത്തിൻ്റെ പ്രോസസ്സിംഗ് പറഞ്ഞില്ല, കരൾ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ള 3 ഘട്ടം, ഡീടോക്സിഫിക്കേഷൻ, അസ്റ്റാൽഡിഹൈഡായി, അസിറ്റിക് ആസിഡായി, ജലതന്മാത്രയായി. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ വ്യക്തിയിലും അത് ജനിതകം വ്യത്യസ്തമായിരിക്കും. ഇനിയും റേഷ്യൽ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ജാപ്പനീസ് ജനത ഈ മദ്യത്തെ കൈകാര്യം ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കില്ല സൗത്ത് ഏഷ്യൻസായ നമ്മൾ ചെയ്യുക. ഈ വെള്ളക്കാരായ കോക്കേഷ്യൻസ് അവരുടെ കരൾ ഈ മദ്യത്തിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ സ്പീഡും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇപ്പോൾ 100 പേരെ നിരത്തി നിർത്തി അവർക്ക് ഒരേ ഡോസ് ആൽക്കഹോൾ അടുത്ത 10 വർഷം കൊടുത്താൽ അതിൽ ചിലർക്ക് മാത്രമേ സിറോസിസ് വരുള്ളൂ, കരരോഗം വരുള്ളൂ, ചിലർക്ക് വരില്ല. അതുകൊണ്ട് ജനിതകം പോലും ഇരിക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് അയൽപക്കത്ത് നോക്കി അല്ലെങ്കിൽ സുഹൃത്ത് കുടിക്കുന്നത് നോക്കി നമ്മൾ കുടിക്കണമെന്നില്ല, കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ഇത്രയും കേസസ് ഹാൻഡിൽ ചെയ്തില്ലേ, ലിവർ സിറോസിസിന് വളരെ കോമൺ ആയിട്ട് കാണുന്ന, ഇപ്പൊ ഇൻക്ലൂഡിങ് മദ്യപാനം അല്ലാണ്ട് പല റീസൺ ഉണ്ടാവുമല്ലോ, ഇതല്ലാണ്ട് ഇതൊക്കെ കൊണ്ട് ലിവർ സിറോസിസ് വന്നോ എന്ന് ആലോചിച്ച റെയർ റീസൺസ് ഉണ്ടോ ലിവർ സിറോസിസ് വന്നതിന്റെ? ഉണ്ടോ? 2 കാരണങ്ങൾ, 2 ഇത് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷേവിംഗ് ലോഷൻ കുടിച്ച് ലിവർ സിറോസിസ് വന്ന ഒരാൾ സൗദിയിൽ നിന്ന് NRI ആയിരുന്നു. അതൊരു 15 വർഷം മുന്നത്തെ കഥയാണ്. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞു സൗദിയിലാണ് മലയാളികൾ ഫ്ലാറ്റിനകത്തൊക്കെ ഈ വാറ്റി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റെയർ കേസ് ഹിസ്റ്ററി. അവിടെ വരെ പോയി ഇത് ഒരുപാട് കാശുണ്ടാക്കിയവരുണ്ട് കേട്ടോ. അതെ. അപ്പോൾ അതൊരു ഷേവിംഗ് ലോഷൻ സ്റ്റോറി. വേറൊന്ന്, വാസ്തവത്തിൽ ഈ ഹോമിയോ മരുന്നിൻ്റെ ദുരുപയോഗം, ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ അതിൻ്റെ തുള്ളിമരുന്നില്ലേ, അപ്പോൾ ഹോമിയോയിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് ഹോമിയോയിലെ തുള്ളിമരുന്നിൽ ഉപയോഗിക്കുക. മറ്റ് ഷുഗർ ബോൾസ് പോലത്തെ മറ്റ് മെഡിക്കേഷൻസ് അവർക്കുണ്ട്. പക്ഷേ ഈ ആൽക്കഹോൾ നമ്മുടെ 40% മാർക്കറ്റിൽ അവൈലബിൾ ആയ വിസ്കി, വോഡ്ക എന്ന് പറഞ്ഞല്ലോ, ഇത് 90% മുകളിലാണ്. പ്രൂഫ് സ്പിരിറ്റാണ് അവർ ഉപയോഗിക്കേണ്ടത്. സാമുവൽ ഹെനിമാൻ കണ്ടുപിടിച്ച ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ വളരെ വീര്യം കൂടിയ ആൽക്കഹോളാണ്. പക്ഷെ അത് ഗാലൻ കണക്കിനോ അല്ല ഗ്ലാസ് കണക്കിനോ അല്ല കുടിക്കുന്നത്, തുള്ളിയായിട്ടല്ലേ കുടിക്കുന്നത്. പക്ഷെ അതിലൊരു 10-15 തുള്ളി കുടിച്ചാൽ സാധാരണ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ ഒരു പെഗിൻ്റെ ഇക്വലൻ്റായിട്ടൊക്കെ വേണേൽ വരാം. ഇങ്ങനെ ഈ ഹോമിയോ മരുന്ന് അനധികൃതമായി പിന്നെ വാങ്ങിച്ച് സ്ഥിരോപയോഗം നടത്തി സിറോസിസ് വന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അത് കുറച്ച് വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ്.
അപ്പോൾ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഹോമിയോ മരുന്ന് ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ ഹോമിയോ മരുന്നിൽ ഉപയോഗിക്കുന്നത് ആബ്സല്യൂട്ട് 99% ആൽക്കഹോളാണ്. ആ തുള്ളി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ തുള്ളിയാണത്. അതിൻ്റെ അളവ് പിന്നെ സ്ഥിരവും ഗ്യാസ് മാറുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ആ സ്ത്രീ ഇത് കുടിച്ച് ഈ തുള്ളിമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് മാറും. എന്ന് വെച്ചാൽ അനസ്തീഷ്യ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നും അറിയില്ലല്ലോ കുറച്ച് നേരത്തേക്ക്. അതേ എഫക്റ്റ് തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് സിറോസിസ് ഡെവലപ്പ് ചെയ്തു. അതും ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ കുറേ ഫേഷ്യൽ ക്രീംസ്, ബ്യൂട്ടി ക്രീംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആളുകൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കിഡ്നി അടിച്ചു പോകും, പിന്നെ ഒന്ന് ലിവർ അടിച്ചു പോകും. ആക്ച്വലി ഡസ് ദാറ്റ് ഹാപ്പൻ? ഓ ഇറ്റ് ഡസ്. പക്ഷേ അതിനകത്ത് മദ്യമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ക്രീമുകളിലും അല്ലെങ്കിൽ ഈവൻ ടൂത്ത് പേസ്റ്റിൽ പോലും ഈ ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട്, അതായത് ഫാക്ടറിയിൽ നിന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് മാസങ്ങളോളം ഇരിക്കണം. അല്ലാതെ ഒറ്റ മാസം കൊണ്ട് തീരുന്നതാണെങ്കിൽ കച്ചവടം നടക്കില്ലല്ലോ. അപ്പോൾ അതിന് കൂട്ടാനായിട്ട്, ആ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടാൻ അല്ലെങ്കിൽ അത് കേടുകൂടാതെ നിലനിൽക്കുന്ന കാലാവധി കൂട്ടാനായിട്ട് ഹെവി മെറ്റൽസ് ഉപയോഗിക്കാറുണ്ട്. മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ കോസ്മെറ്റിക് ക്രീമുകളിലും ടൂത്ത് പേസ്റ്റിലും ഒക്കെ. ഇൻഫാക്ട് ഒരു വളരെ പ്രശസ്തമായ ടൂത്ത് പേസ്റ്റ് കമ്പനി അമേരിക്കൻ ഗവൺമെൻറ് ആക്ച്വലി അവരെ ഇത് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അതെ, പരിധിക്കപ്പുറത്തേക്കുള്ള ഹെവി മെറ്റൽസ് അവരെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പേര് പറയുന്നില്ല. ഒരു വളരെ ഫേമസ്, അതായത് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കമ്പനിയാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ പറഞ്ഞ ക്രീമുകളിലും ഒക്കെ ഉള്ള കരളിൻ്റെ ഡാമേജ് സംഭവിക്കുന്ന മദ്യത്തിലൂടെ അല്ല. അതിനകത്ത് മദ്യത്തിൻ്റെ കണ്ടന്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ല. ഷേവിംഗ് ലോഷനോ അല്ലെങ്കിൽ ഹോമിയോ തുള്ളിമരുന്നോ പോലെ ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്തില്ല. ബട്ട് ഹെവി മെറ്റൽ കണ്ടന്റ് ഉള്ളത് കാരണമാണ് കരളിനും കിഡ്നിക്കും ഡാമേജ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് നോക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇന്ന സാധനങ്ങൾ ഇല്ലാന്ന് ഉറപ്പുവരുത്തി ഉപയോഗിക്കണം എന്ന് പറയുകയാണെങ്കിൽ സാർ ഏതൊക്കെയാണ്? അത് പ്രായോഗികമായിട്ട് അങ്ങനെ ഒരു അപ്രോച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഫേസ് ക്രീമുകളിൽ തന്നെ പല ബ്രാൻഡ് വാല്യൂ ഉള്ളതുണ്ട്. ലോക്കലി ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഒരു ലൈസൻസിങ് അതോറിറ്റി, ഇപ്പോൾ ഒരു മരുന്ന് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആക്കണമെങ്കിൽ എന്തുമാത്രം ലൈസൻസിങ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകണം. എന്നാലല്ലേ സർക്കാർ അവസാനം അത് സമ്മതിക്കുകയുള്ളൂ അല്ലേ. റിസർച്ച് നടത്തി അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇതാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് സർക്കാരിൻ്റെ ഡ്രഗ് ലൈസൻസിങ് അതോറിറ്റി അതിന് പെർമിഷൻ കൊടുക്കുമ്പോഴാണ്. ഈ ഫേസ് ക്രീമുകൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ അതിൻ്റെ ലൈസൻസിങ് വളരെ ലാക്സ് ആണ്. വളരെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വ്യക്തമായി എഴുതി വെക്കണമെന്നില്ല. എഴുതി വെച്ചത് കറക്റ്റ് ആവണമെന്നില്ല. അതൊന്നും കണ്ടിട്ട് ഉണ്ടാവണമെന്നില്ല. അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ഈ ക്രീം കൊള്ളാം എന്ന് തീരുമാനിക്കാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ആഘോഷക്കുടിയുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആഘോഷക്കുടി മുതിർന്നവർക്ക് ആൽക്കഹോൾ ആണെങ്കിൽ കുട്ടികൾക്ക് ആഘോഷത്തിൻ്റെ സമയത്ത് അത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. നമ്മൾ മിക്കവാറും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കുട്ടികൾ സെലിബ്രേഷൻ്റെ സമയത്ത് കഴിക്കുക. അതിപ്പോൾ കുട്ടികളുടെ ഒരു പാർട്ടി ആണെങ്കിലും, അതായത് അണ്ടർ 18 വരുന്ന ഒരുവിധ എല്ലാ ആളുകളും പാർട്ടി ആണെങ്കിലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് കൂടുമ്പോഴാണെങ്കിലും ഒരു പെപ്സിയോ കോളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, 7up അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് സാധനം ഉണ്ടാവും. ഹൗ ഡേഞ്ചറസ് ഇസ് ദാറ്റ്? അല്ല, അത് അളവ് ഒരുപാട് കഴിക്കുമ്പോഴേ അത് ഡേഞ്ചറസ് ആവുന്നുള്ളൂ. ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. ഇപ്പോൾ പെപ്സി ആയാലും, അല്ലെങ്കിൽ ബ്രാൻഡുകൾ പറയണ്ട, നമ്മൾ എയറേറ്റഡ് ബിവറേജ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക സോഡ പോലത്തെ പാനീയങ്ങൾ എന്ന് പറയാം. ഇതിലെല്ലാം ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഹൈ ഷുഗറാണ് എല്ലാം. ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് കോക്ക് പോലത്തെ പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും പൊതുവേ ഇത്തരം പിന്നെ ഗ്യാസ് കുത്തി നിറച്ച് വരുന്ന ആ പാനീയങ്ങളിലെല്ലാം തന്നെ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ആ ഷുഗർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കും. പക്ഷേ അത് ഒരു തവണ കുടിക്കുമ്പോഴല്ല കേട്ടോ. ഇപ്പോൾ ഈ കുട്ടികൾ ഇന്ന് ഇപ്പോൾ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് ഒരു ഗ്ലാസ് കുടിച്ചാലല്ല സംഭവിക്കുക. അതിൻ്റെ അമിത ഉപയോഗം നിരന്തരമായി ചെയ്യുകയാണെങ്കിലാണ് ഈ അത്തരം പാനീയങ്ങൾ ഫാറ്റി ലിവറിലേക്ക് നയിക്കുക. അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് അല്ല പ്രശ്നം, അതിനകത്ത് ഷുഗർ കണ്ടന്റ് ആണ് പ്രശ്നം. ഹൈ ഷുഗർ ആണ് പ്രശ്നം. നമ്മളിപ്പോൾ പെപ്സിയും ഈ കോളയും ഒക്കെ നമ്മൾ ഹെവി ഫുഡ് കഴിഞ്ഞിട്ട് ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കഴിച്ചിട്ട് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും, ഒന്ന് ലൈറ്റ് ആവും. അതൊരു തോന്നൽ മാത്രമേ ആവുന്നുള്ളൂ. ഇത് കഴിച്ചതുകൊണ്ട്, എയറേറ്റഡ് ഡ്രിങ്കുകൾ കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദഹനമൊന്നും നടക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഇത് കാർബോണിക് ആസിഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ഈ ഫിസി ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളമായിട്ട് കലരുമ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. വയറ്റിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കാം എന്നല്ലാണ്ട് ആസിഡിറ്റി കൂട്ടുകയല്ലേ ചെയ്യുള്ളൂ, ദഹനത്തിനെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതൊരു തോന്നലോ വിശ്വാസമോ മാത്രമേ ആവുന്നുള്ളൂ. അതിന് ശാസ്ത്രീയ അടിത്തറയൊന്നും തന്നെ ഇല്ല. ഈ നമ്മൾ ഇപ്പം ഈ ഹൈ ഷുഗർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞല്ലോ, ഈ സാധനം കുടിക്കുന്നതിന് പകരം ആൾക്കാർ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് വയറിന് ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ എക്കിളിൻ്റെ സാധനം വരുമല്ലോ, എക്കിള് പറയുന്നത്. ആക്ച്വലി എക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? കാരണം എന്താ വെച്ചാൽ എക്കിൾ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, എക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ ശരീരം റിയാക്ട് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ കുറച്ച് വായു അകത്തേക്ക് എടുത്താൽ മതി എന്നൊക്കെ. അല്ല, എക്കിൾ അഥവാ എക്കിട്ടം എന്ന് ചില ആളുകൾ പറയുന്നത്, ഹിക്കപ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നെഞ്ചിനെയും വയറിനെയും തമ്മിൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസിൽ പാളിയുണ്ട്, ഡയഫ്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഡയഫ്രത്തിന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇറിറ്റേഷൻ വന്നാൽ ആ ഡയഫ്രം ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കും. ആ ഡയഫ്രത്തിൻ്റെ ചലനമാണ് ഹിക്കപ്സ് ആയിട്ട് അഥവാ ഇക്കിട്ടമായിട്ട് വരുന്നത്. അതിന് സിമ്പിൾ ടെക്നിക്കുകൾ, ഒരു തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കത് കുറയാറുണ്ട്, തണുത്ത വെള്ളം.
പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ അത് ചില മരുന്നുകൾ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആണോ? ഒരു എപ്പിലെപ്സി പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയഫ്രം ഇങ്ങനെ അടിച്ച് ഈ കപ്സ് നിൽക്കാതെ വരുന്ന അവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്ത് മരുന്നുകൾ കൊടുത്തും ഡയഫ്രത്തിൻ്റെ അനക്കങ്ങൾ നിർത്തേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ മിക്കവാറും ഒരു തണുത്ത വെള്ളം കുടിയിൽ ഇത് തണുത്തോളം കുടിക്കുന്നതാണ് അതിൻ്റെ ഒരു ഫ്രീസിങ് കോൾഡ് വെള്ളമാണോ ഉദ്ദേശിക്കുന്നത്? തണുത്ത വെള്ളം, അതെ, ഐസ് വാട്ടർ, ഐസ് കോൾഡ് വാട്ടർ. അല്ലാണ്ട് മറ്റേ വായു ഉള്ളിലേക്ക് എടുത്ത് ഇല്ല, അതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു. ഈ ശരിക്കും ആക്ച്വലി ലിവർ സിറോസിസ് പേഷ്യൻസിന് ഈ എക്കിളിന്റെ പ്രശ്നം വരാറില്ലേ? എല്ലാ രോഗികളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും വരുന്ന പോലെയുള്ള ലിവർ സിറോസിസ് രോഗിയിലും ഹിക്കപ്സിൻ്റെ അളവ്, അത് ലിവർ സിറോസിസ് ഉള്ളവർക്ക് കൂടുതലെന്ന് പറയാനൊന്നുമില്ല. ആണോ? ഇല്ല. ലിവർ സിറോസിസ് വരുന്ന ആളുകൾ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞ് കേൾക്കാറുണ്ട്. അവരെങ്ങനെ കണ്ടിന്യൂസ് ഹിക്കപ്സ് വന്ന് ഭയങ്കര ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, എല്ലാവർക്കും വരാം. ഇപ്പം ലിവർ സിറോസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ലിവർ സിറോസിസ് വൺസ് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്താൽ ഇതിൽ നിന്നൊരു തിരിച്ചു പോക്കില്ല. ഇത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന്. ഇതല്ലാണ്ട് ലിവർ പഴയ രീതിയിലാവില്ല, അതെന്തായാലും നശിഞ്ഞു തുടങ്ങി എന്നുള്ളത് അത് സത്യമാണ്. അതായത് നമ്മൾ ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് ടെസ്റ്റുകൾ ചെയ്തിട്ട്, സ്കാന്, ഫൈബ്രോ സ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അത് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കരളിനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. മരുന്ന് ചികിത്സകളുമായിട്ട് മുന്നോട്ട് പോകുക. എന്ത് കാരണം കൊണ്ടാണോ കരൾ സിറോസിസ് ഉണ്ടായത് അത് ചികിത്സിക്കുക. മദ്യപാനമാണെങ്കിൽ നിർത്തുന്നു, അമിതവണ്ണം കൊണ്ടുള്ള സിറോസിസ് ആണെങ്കിൽ തടി കുറയ്ക്കുന്നു. എന്നിട്ട് ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ കരളിൻ്റെ പ്രവർത്തന തകരാറിലേക്ക് നയിക്കുന്നൊരവസ്ഥ വരും. ആ സമയത്ത് കരൾ മാറ്റിവെക്കലാണ് പിന്നെ ചെയ്യാൻ പറ്റുക. അപ്പം കരൾ സിറോസിസ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല. പക്ഷേ ഈ ലിവർ സിറോസിസ് വന്നിട്ട് ഡിറ്റക്ട് ചെയ്ത് പക്ഷെ പിന്നീട് ലൈഫ് സ്റ്റൈൽ മാറ്റി വലിയ കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്ത് വർഷങ്ങളോളം ജീവിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും. അല്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു അഭിമാനത്തോടെ എൻ്റെ ഒരു പേഷ്യനെ ഓർത്തത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, അറിയില്ലേ? വെള്ളം എന്നൊരു സിനിമ. അപ്പോൾ സാധാരണ മദ്യപാനികൾ തങ്ങളുടെ ആ ഒരു ഹാബിറ്റ് മറ്റുള്ളവർ അറിയുന്നത് അവർക്കൊരു കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇദ്ദേഹം അതെ, മുരളി എന്ന വ്യക്തിയല്ലേ, അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു. ഈയിടെ ഒരു ഫൈബ്രോ സ്കാനും ഒക്കെ എടുത്തിരുന്നു. ഞാനിത് സംസാരിക്കുന്നതിന് മുന്നേ ആളുടെ പെർമിഷൻ എടുത്തിട്ടാണ് പറയുന്നത്. അപ്പം ശരിക്കും ആൾ വർഷങ്ങൾക്ക് മുന്നേ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ അമിതമായി മദ്യപിച്ച വ്യക്തിയാണ്. പിന്നീട് അത് ആൾ നിർത്തിയിട്ട് മുരളി ഒരു ബിസിനസ്മാനായി മാറുകയായിരുന്നു. ഇന്ന് ഒരുപാട് യൂറോപ്പിലേക്കൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ ഫൈബ്രോ സ്കാൻ ഈയിടെ ചെയ്തപ്പോൾ നോർമൽ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ്യത്തിൻ്റെ അമിത ഉപയോഗം ഉണ്ടായിരുന്ന ആളുകൾ വർഷങ്ങളോളം മദ്യം നിർത്തുമ്പോൾ അത് സിറോസിസ് വരെ എത്തുന്നതിന് മുന്നെയാണ് നിർത്തിയെങ്കിൽ തീർച്ചയായിട്ടും ലിവറിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുരളി. അപ്പോൾ സിറോസിസിന്റെ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ വേണം. അതെ. സിറോസിസ് ആയിക്കഴിഞ്ഞാൽ, ഭാഗ്യക്കേട് കൊണ്ട് സിറോസിൽ എത്തിയതിന് ശേഷമാണ് ഒരു മദ്യപാനി തിരിഞ്ഞ് നടക്കാം എന്ന് ആലോചിക്കുന്നെങ്കിൽ വൈകിപ്പോയി. അപ്പോൾ ആ ചേട്ടന് സിറോസിസ് ആയിട്ടില്ല. അതെ, ആവുന്നതിന് മുമ്പാണ്. പക്ഷെ ആള് ഭയങ്കര കുടിയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നു. നമ്മൾ ആ സിനിമയിൽ അദ്ദേഹം ആൾക്ക് അതല്ലേ ഞാൻ പറഞ്ഞു, മറ്റ് മദ്യം ഉപയോഗിച്ചിരുന്ന ആളുകളെക്കാൾ ഈ വ്യക്തി വ്യത്യസ്തനാവുന്ന എവിടെയെന്ന് വെച്ചാൽ, ഞാൻ നിർത്തി, ആളങ്ങനെ ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ളവരെ നിർത്താൻ പ്രേരിപ്പിക്കുന്നു, അതിൻ്റെ പേരിലൊരു സിനിമ എടുക്കുന്നു, അത് എൻ്റെ ജീവചരിത്രമാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. പ്രൊമോഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു വലിയ മനസ്സുള്ള വ്യക്തിയാണ്. ആ ട്രാൻസിഷൻ, അതായത് മുഴുക്കുടിയനിൽ നിന്ന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനിലേക്ക് ആൾ യാത്ര ചെയ്തു എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എൻ്റെ പേഷ്യൻസിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈയിടെ കണ്ട ഫൈബ്രോ സ്കാൻ വളരെ നോർമലായിരുന്നു. അപ്പോൾ തിരിച്ചുപോക്ക് സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം ആയിട്ട് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും കാലം ഒരുപാട് ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ട് ഇപ്പം നമ്മൾ എല്ലാ സാധനവും, അതായത് ഭക്ഷണമാണെങ്കിലും ശരി, എന്താണെങ്കിലും എല്ലാവരും ഒരുപോലെ പറയുന്നൊരു സാധനമാണ് എവറിത്തിങ് ഇൻ മോഡറേറ്റ്. പക്ഷെ മദ്യത്തിന്റെ കേസിൽ നിങ്ങൾ കട്ട് ആൻഡ് ത്രോട്ട് ആയിട്ട് നോ പറയാണ്. നോ, മോഡറേറ്റ് ആയിട്ടും പറ്റൂല എന്ന്. വൈ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ന്യൂട്രീഷൻ അതായത് ന്യൂട്രീഷൻ്റെ ഘടകങ്ങൾ നമുക്കറിഞ്ഞൂടെ? അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് അഥവാ ഫാറ്റ്, പ്രോട്ടീൻ അഥവാ മാംസ്യം, പിന്നെ കുറേ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതിലൊന്നും മദ്യം പെടുന്നില്ല. മദ്യം ഒരു ന്യൂട്രീഷ്യസ് പ്രോഡക്റ്റേ അല്ല. ഇതൊരു റിക്രിയേഷണൽ പ്രോഡക്റ്റ്. അതൊരു വിഷമാണ്, റിക്രിയേഷണൽ പ്രോഡക്റ്റ് ആണ്, അല്ലേ? ഒരു ആനന്ദത്തിനും അല്ലെങ്കിൽ ഒരു പാർട്ടി മൂടുണ്ടാക്കാനുമായിട്ടും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ്, അത് വിഷമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ കഴിക്കുന്നത്. അപ്പോൾ അത് ഇൻ മോഡറേഷൻ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇൻ മോഡറേഷൻ ആണെങ്കിലും അത് വിഷം തന്നെയാണ്. പക്ഷേ ആ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റിന് വേണ്ടി ആളുകൾ കഴിക്കുന്നു. അതൊരളവ് കുറച്ച് ആണ് കഴിക്കുന്നതെങ്കിൽ അധികം ഡാമേജ് ഇല്ലാതെ രക്ഷപ്പെടാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഡ്രിങ്കിങ് ഇൻ മോഡറേഷൻ ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, അബ്സല്യൂട്ട്ലി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഡ്രിങ്കിങ് ഇൻ മോഡറേഷൻ അധികം ഡാമേജ് ഇല്ലാതെ രക്ഷപ്പെടാമോ ഒരു പക്ഷേ പോസിബിളാണ് എന്നേ പറയാൻ പറ്റും. അതായത് ഒരു ലിമിറ്റ് വെച്ച് കുടിച്ചാൽ വലിയ ഡാമേജ് ഇല്ല, സാധ്യത കുറവാണ്. കറക്റ്റ്. അതെ. ഇപ്പൊ ഒരു കാലഘട്ടം വരെ കുടിച്ച ആളുകളുണ്ടല്ലോ, ചില ആളുകളുണ്ടാവല്ലോ, അവരുടെ ഒരു ഭയങ്കര യങ് സ്റ്റേജിൽ അവർ കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഫാമിലി ഒക്കെ ആയി ഒരു 10-40 വയസ്സൊക്കെ നിർത്തും. അങ്ങനെയുള്ള ആളുകളോട് ഡോക്ടർ എന്താ പറയാ? അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പിന്നെ എങ്ങനെ കൊണ്ടുപോകാനോ പറയാ? അതായത് മദ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം അതിൻ്റെ ഹൈറ്റിനനുസരിച്ച്, ഉയരത്തിനനുസരിച്ച് ഭാരവും കൂടെ ക്രമീകരിക്കുകയാണെങ്കിൽ, അതെ, ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലിവറിന് കൂടുതൽ ഹെൽത്ത് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മുരളി
വെള്ളം മുരളിയുടെ കാര്യം പറഞ്ഞ പോലെ ഭാഗ്യവാനും കൂടെ ആയിരിക്കണം. കാരണം ഈ മദ്യം നിർത്തുന്നത് ലിവർ സിറോസിസ് വരുന്നതിന് മുന്നേ ആയിരിക്കണം. പിന്നെ ജനറ്റിക്സിന് ഒരു വലിയ റോൾ ഉണ്ട് അതല്ലേ? അതും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ജനറ്റിക്സിന് കുറേ റോളുണ്ട്. ഉണ്ട്. ചില ആളുകൾ വളരെ അല്പം മദ്യം ഒരു ഏതാനും കുറച്ച് വർഷം കുടിക്കുമ്പോൾ തന്നെ സിറോസിസ് പോലത്തെ ചേഞ്ച് കരളിൽ സംഭവിക്കുന്നു. ചില ആളുകൾ വേറൊരു ഉദാഹരണവും, ഒരു 78 വയസ്സായ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, എൻ്റെ ഒരു പേഷ്യൻ്റ്, അദ്ദേഹം ദിവസവും വോഡ്ക ആണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപാനീയം. വർഷങ്ങളോളം വളരെ ചെറിയ അളവ് മദ്യം കഴിച്ചിരിക്കുന്നു. ഇപ്പോഴും ആളുടെ കരളിന് യാതൊരു കുഴപ്പമില്ല. ജനിതകമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്ര കുടിക്കാം എന്നുള്ളതൊക്കെ ദൈവം എഴുതി വെച്ചിരിക്കുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA-യിലാണ് ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായി. കുടിക്കാതിരിക്കുക എന്നുള്ളത് വേറൊരു ഓപ്ഷൻ. ഒന്നില്ലെങ്കിൽ കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ടേക്ക് യുവർ ഓൺ റിസ്ക്, അല്ലെങ്കിൽ ഒരു ഇൻ മോഡറേഷൻ എന്നുള്ള ഒരു മദ്യപാന സംസ്കാരത്തിലേക്ക് എത്തുക. ആഘോഷക്കുടി എന്തായാലും തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, നേരത്തെ ഞാൻ പറഞ്ഞില്ല, റിസ്റ്റ് ഡ്രോപ്പ് ഉണ്ടായി, റേഡിയൽ നെർവ് എന്ന് പറഞ്ഞാൽ നെർവ് ദ്രവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പം അതുപോലെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ പ്രശ്നം ഉണ്ടാകുക, ഡീഹൈഡ്രേഷൻ വന്ന് ജന്നി വരിക, കോമയിലേക്ക് പോവുക, പിന്നെ ഹൃദയത്തിൻ്റെ താളം നഷ്ടപ്പെട്ട് ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു താളത്തിന് പ്രശ്നമുണ്ടായി, ഹൃദയതാളത്തിന് പ്രശ്നമുണ്ടായി മരിച്ചു പോകുന്ന അവസ്ഥ. ഇതൊക്കെ ഈ ഇൻ മോഡറേഷൻ വളരെ ദീർഘനാൾ കഴിക്കുന്ന മദ്യപാനത്തെ അപേക്ഷിച്ചിട്ട് വളരെ വളരെ ഡേഞ്ചറസ് ആണ് ഫെസ്റ്റീവ് ഡ്രിങ്കിങ്. ചുരുങ്ങിയ ദിവസങ്ങളിൽ, ചുരുങ്ങിയ മണിക്കൂറുകളിൽ വളരെ അധികം മദ്യം ചെല്ലുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ ആ രീതിയിലുള്ള കോംപ്ലിക്കേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നിസ്സാരമായിട്ടുള്ള കരൾ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. സ്ട്രെസ്സ് വരുമ്പോൾ ഉണ്ടല്ലോ, മിക്കവാറും സ്ട്രെസ്സ് വരുമ്പോൾ ആളുകൾക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നത് വയറാണ്. അങ്ങനെയാണ്, അതായത് ഒരാൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, വയറാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. എന്തുകൊണ്ട് അങ്ങനെ? അത് നല്ല ചോദ്യമാണ്. നമ്മളിപ്പം അതായത് മൈ ഗട്ട് ഫീലിംഗ് എന്നൊരു ഇംഗ്ലീഷ് വാക്ക്, മൈ ഗട്ട് ഫീലിംഗ് എന്ന് വെച്ചാൽ, ഗട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റിലെ ഗട്ട്. ഈ ന്യൂറോൺ എന്ന് പറയുന്ന കോശങ്ങളില്ലേ, അത് ബ്രെയിനിലെ കോശങ്ങളെയാണ് ന്യൂറോൺ എന്ന് പറയുക. ലിവറിലെ കോശങ്ങളെ ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന പോലെ ബ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ന്യൂറോൺസ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വയറ്റിലാണ്. വയറ്റിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. അത് പല പല ഈ നെർവുകളുടെ കണക്ഷൻ സിസ്റ്റംസ് ആയിട്ട്, മെയ്സ് നെർവ്സ് പ്ലെക്സസ്, ഓർബാക്സ് പ്ലെക്സസ് എന്നൊക്കെ പേരിലുള്ള പല പല കണക്ഷൻ സിസ്റ്റംസ് ആയിട്ട് ന്യൂറോൺസ് വയറ്റിൽ ഒരുപാടുണ്ട്. നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. പക്ഷേ ഇത് മസ്തിഷ്കത്തിൻ്റെ 10% മാത്രമേ ആവുന്നുള്ളൂ. ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡാണ് 90%. ഈ ഉപബോധ മനസ്സ് വയറ്റിലെ ന്യൂറോൺസുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ്. ബ്രെയിനിലുള്ള ന്യൂറോൺസിൻ്റെ അളവ് പോലെ തന്നെ വയറ്റിലുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നിയന്ത്രണത്തിലുള്ള മസ്തിഷ്കത്തിൻ്റെ അളവെന്ന് പറയുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ. അപ്പോൾ 90% നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഇമോഷണൽ ബ്രെയിൻ, ഇതെല്ലാം വയറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ടെൻഷൻ വരുമ്പോൾ വയറ്റിൽ എരിച്ചിൽ വരുന്നതോ, അതിനെ നോൺ അൾസർ ഡിസ്പെപ്സിയ എന്ന് പറയും. ടെൻഷൻ വരുമ്പോൾ ചില ആളുകൾക്ക് ചെറുപറ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ഫീൽ, അതിനെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ വയറും മസ്തിഷ്കവും മനസ്സും വികാരങ്ങളും തമ്മിൽ മറ്റേത് അവയവ വ്യവസ്ഥയെക്കാളും ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ഇപ്പം ഈ പരീക്ഷയുടെ സമയത്തൊക്കെ യൂഷ്വലി കുട്ടികൾ ഈ കാര്യം പറയും, ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? സ്ട്രെസ് മാനേജ്മെന്റ് ശീലിപ്പിക്കുക കുട്ടികളെ. കാരണം സെക്കൻഡ് ബ്രെയിൻ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വയറ്റിലാണ് സെക്കൻഡ് ബ്രെയിൻ ഇരിക്കുന്നത്. ഫസ്റ്റ് ബ്രെയിൻ പിന്നെ സ്കള്ളിനകത്താണെങ്കിൽ, തലയോട്ടിക്കുള്ളിൽ ഫസ്റ്റ് ബ്രെയിൻ ആണെങ്കിൽ സെക്കൻഡ് ബ്രെയിൻ വയറ്റിനകത്തുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ശീലിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഒന്നുമില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത മസ്തിഷ്കം 90%, നമ്മുടെ നിയന്ത്രണത്തിലുള്ള മസ്തിഷ്കം വെറും 10%. അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൻ്റെ അല്ലാത്ത മസ്തിഷ്കവും വയറും തമ്മിലുള്ള വയറിംഗ് അഥവാ എർത്തിങ് നടന്നുകൊണ്ടേ. വളരെ ഡീപ്പാണ്. അതെ.